ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റ പടി കുറച്ച് പാത്രങ്ങളൊക്കെ തേക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തേച്ച് വെക്കാതെ കിടന്നത്, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പാത്രമൊക്കെ തേച്ച് കഴുകിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞിന് ഇന്ന് അംഗൻവാടി വിടണം. കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട്, അത് സോപ്പ് പൊടി മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാരി ഷാമ്പൂവിലിട്ട് അലക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. കുറച്ചധികം തുണികൾ കഴുകാനുണ്ട് കേട്ടോ. തുണികൾ ഇങ്ങനെ അധികം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില തോർത്തുകളും ടർക്കിയൊക്കെ ആണെങ്കിൽ ചുമ്മാ അവിടെ നിലത്തൊക്കെ കിടക്കുന്ന കാണുവാണെങ്കിൽ ഞാനതെടുത്ത് അങ്ങ് അലക്കാനിടും. അങ്ങനെ തുണി കൂടും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഇത്രയും തുണികൾ വരുന്നത്. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അലക്കാൻ പിറക്കി കൂട്ടി വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കുറേ തുണികൾ കാണും. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ റൂമിൽ മഴ കാരണം ഇങ്ങനെ ഒരു റൂമിൽ ഒരഴ കെട്ടിയിട്ട് കുറേ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഉണങ്ങിയ തുണി എടുത്ത് മടക്കി വെച്ചിട്ട് പിന്നെ അലക്കിയ തുണികളൊക്കെ ഈ അഴയിൽ കൂടെ വിരിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഈ റൂം മുഴുവൻ നിവാങ്കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവനാണെങ്കിൽ വന്നിട്ട് നിരത്തിയിടും. ഇന്നിപ്പോൾ അംഗൻവാടി പോയേക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു അംഗൻവാടി പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവൻ്റെ കളിപ്പാട്ടം എല്ലാം എടുത്ത് ആ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇതിട്ട് വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആൾ വന്ന് ഒരു മറിച്ചിലങ്ങ് മറിക്കും, എല്ലാം നിരത്തും കേട്ടോ. പിന്നെ തോന്നിയാൽ എടുത്ത് തന്നെ അടുക്കി വെക്കും. ഞാൻ പറയുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് അടുക്കി വെക്കും കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി പിന്നെ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ, എങ്ങനത്തെ വീഡിയോകളാണ് കാണാനിഷ്ടം, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചാനലിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അവരുടെ കമൻറ്റൊക്കെ കാണാതിരിക്കുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരാറുണ്ട് കേട്ടോ. അപ്പോൾ കമൻസുകൾ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ നമ്മളുടെ പണി ഇവിടെ തുടരുവാണ് കേട്ടോ. ഇന്ന് ക്ലീനിങ് മൊത്തം ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ്, അടിച്ചുവാരി എല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പം റൂം അടിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ റൂമും എല്ലാം അടിച്ചു വരാനുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ മധ്യപ്രദേശിലല്ല, മുംബൈയിലായിരുന്ന സമയത്ത് എനിക്ക് അവിടെ വെച്ചൊരു പനി വന്നായിരുന്നു കേട്ടോ. പനി വന്ന സമയത്ത് സാധാരണ പനിയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ട് പനി അങ്ങ് കുറഞ്ഞു. പക്ഷേ എനിക്ക് എന്തെന്നല്ലാത്ത ഒരു ക്ഷീണവും ഒരു തളർച്ചയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയത്ത് ഫുഡ് കഴിക്കലും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് എന്തോ ഒരു ഫീലിങ് ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു തളർച്ചയൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷേ ഞാനത് വകവെക്കാതെ സ്കൂളിൽ പോയി, വൈകിട്ട് വന്ന് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ അതായത് ഹോളിഡേ അന്ന് സ്കൂളിൽ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോൾ കാലിൽ ചെറിയ ബ്രൗൺ കളർ പാടുകൾ, രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലെ ചെറിയ ചെറിയ പാടുകൾ കണ്ടു കേട്ടോ. പെട്ടെന്ന് എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ അന്നേരം പക്ഷേ ടെൻഷനൊന്നും അടിച്ചില്ല കേട്ടോ. അതങ്ങനെ വെച്ചു. പിന്നെ അതങ്ങനെ വെച്ച് ഈ പാടുകൾ കുറയുകയും കൂടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെക്കേഷനായി നാട്ടിലെത്തിയ സമയത്തൊക്കെ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ അറിയാൻ മനസ്സിലാകും. ഞാൻ നല്ല ഒരുപാട് മെലിഞ്ഞ് ക്ഷീണിച്ച് ഒക്കെയാണ് ഇരിക്കുന്നത്. ആ പഴയ വീഡിയോസിലൊക്കെ, ഫ്ലൈറ്റിൽ വരുന്ന വീഡിയോയിൽ, അതായത് നാട്ടിലേക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ നല്ല ക്ഷീണിച്ച് കോലം കെട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, കുറേ ടെസ്റ്റ് ചെയ്തു കേട്ടോ. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പനി വന്നതോടുകൂടി. നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം ആ ഒരു റേഞ്ചിലാണ്. എനിക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് 25,000 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട്. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് വെറുതെ ഇരിക്കുന്നതേ ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം വരും. നന്നായിട്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പോലും പറ്റില്ലാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി പോയി. ഇപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അത്രേ ഉള്ളൂ.
പിന്നെ എന്താണ്, ഇതിങ്ങനെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പീരിയഡ്സ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുമല്ലോ, ആ സമയത്ത് ഈ പ്ലേറ്റ്ലെറ്റ് വീണ്ടും കുറയും, ക്ഷീണമാകും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ രക്തം ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അതുപോലെ നമുക്ക് തോന്നും, നമ്മുടെ രക്തമെല്ലാം ആരാണ്ട് ഊറ്റിയെടുക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആർക്കെങ്കിലും ഇതുപോലെ കാലിലും കയ്യിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ രക്തം കട്ട പിടിച്ച പോലെയൊക്കെ പാടുകളൊക്കെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നാൽ പോലും ഇരിക്കരുത്, ഡോക്ടറെ കാണിക്കണം. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഒരു ഈ ഒരു കുഞ്ഞ് ഷെൽഫ് പോലത്തെ ഒരു ടേബിൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മഴ കൊണ്ടിട്ടാണോ എന്തോ ഒരു സാധനം ഞാൻ നനഞ്ഞത് അതിൽ കൊണ്ട് വെച്ചിട്ട് നിറച്ച് പൂപ്പലായി കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് തേച്ച് കഴുകി എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. പൂപ്പലായ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ പൊക്കത്ത് സ്പീക്കർ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ടേബിളൊന്ന് കഴുകിയെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇത് തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് നല്ലൊരു കളർ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് എനിക്കൊരു വോൾ സ്റ്റിക്കർ പോലെ എന്തെങ്കിലും മേടിച്ച് ഒട്ടിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പൂപ്പലൊന്നും പിടിക്കാതെ ഇരുന്നോളൂല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അത് തേച്ച് കഴുകി വെക്കുന്നുണ്ട്. ഇന്ന് വെയിലുള്ള ദിവസമായത് കാരണം അതങ്ങ് ഉണങ്ങി വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കുക്കിംഗ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ അങ്ങ് കഴിഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിറ്റിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ്ങും ഒക്കെ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ടേബിളൊക്കെ ഇവിടെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് അങ്ങ് ഉണങ്ങിയേക്കാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പം സാരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ സാരിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അതൊക്കെ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണേ നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടിങ്ങ് പോകുന്നു. ഇനി നമുക്ക് തുടയ്ക്കാം. ഈ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ഇപ്പം ഞാനിവിടെ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നുകൂടെ വൃത്തികേടാകുന്നത് പോലെ തോന്നും. അപ്പം ഞാനത് കാരണം ആ ടാപ്പ് ഇപ്പം തുറക്കാറില്ല. അവിടെ നല്ലതുപോലെ ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകി അങ്ങ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അങ്ങ് ക്ലീനായിട്ടോ, സ്റ്റെപ്പൊക്കെ നല്ല വൃത്തിയായി. ഇനി നമുക്ക് പെരയ്ക്കകമൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഇപ്പോൾ ചെടി നടൽ വീഡിയോ ഒക്കെ ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്ലീഡിങ് ഒന്നും ഉണ്ടാകരുത്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ പ്ലേറ്റ്ലെറ്റ് വീണ്ടും കുറയും. അത് കാരണമാണ് ഇപ്പം ചെടി നടിയിലും അങ്ങനെ വലിയ കട്ടി ജോലികളൊന്നും ചെയ്യുന്ന വീഡിയോസൊന്നും ഇടാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് വളരെ സാവധാനം കേട്ടോ. പതുക്കെയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. സ്പീഡിലെങ്ങനെ ചെയ്ത് വല്ല തട്ടുമുട്ടും ചെയ്യുന്ന എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ റൂമും ഹാളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുക്കള വൃത്തിയാക്കാം. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഫുഡ് സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കറക്റ്റ് സമയത്തിന് കഴിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സ്, നിവാങ്കുഞ്ഞിനാണെങ്കിൽ ഫ്രൂട്ട്സാണ് ഒന്നും കൂടെ ഇഷ്ടം. ഈ സ്നാക്സിനെ കഴിഞ്ഞൊക്കെ ഇഷ്ടം ആൾക്ക് മാംഗോ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു മാമ്പഴം എടുത്ത് ഞാൻ ചെത്തി കഴിക്കുന്നുണ്ടേ. സാവധാനം ഇരുന്ന് മെല്ലെ ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാമ്പഴം എടുത്ത് ചെത്തി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് ജോലികൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ. നേരെ പോയി കുളിച്ചു. പിന്നെ വൈകുന്നേരം പോയി നിവാങ്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണം. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നിവാങ്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നത്. കുളി കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞ് മേക്കപ്പ് എന്നും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ ഇടും, ലിപ് ബാം ഇടും, ലിപ്പ് ലൈനർ ഇടും, പൊട്ടുകുത്തും, സിന്ദൂരം തൊടും. ലിപ്പ് ലൈനർ ഇപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നമ്മളന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഏതിൻ്റെയാണ് ഞാൻ മറന്നുപോയി, ഒരു ലിപ്പ് ലൈനർ, നല്ലൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെയാണ് ഞാൻ മറന്നുപോയി. ആ ഒരു ലിപ്പ് ലൈനറും ഇടും, പിന്നെ ലിപ് ബാമും ഇടും, പിന്നെ മോയ്സ്ചറൈസറും ഇടും കേട്ടോ. എൻ്റെ കയ്യിലൊരു പാട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ എൻ്റെ കുഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നിവാങ്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണം. നിവാങ്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരുന്നത് അവൻ എന്തെങ്കിലും കുഞ്ഞായിട്ട് കഴിക്കാൻ കൊടുക്കും കേട്ടോ. വല്ലോ സ്നാക്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. വരുന്ന ഉടനെ വെള്ളവും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ബിൽക്കൂഷ് ഉണ്ടായിരുന്നു കേട്ടോ. ബിൽക്കൂഷ് എന്നാണോ ദിൽക്കൂഷ് എന്നാണോ ഇതിന് പറയുന്നത്, ആ സാധനം ഉണ്ടായിരുന്നു. അത് കൊടുത്തു കേട്ടോ. അതപ്പോൾ നിവാങ്കുഞ്ഞ് നിന്ന് കഴിക്കുന്നുണ്ട്. ഞാനും ഒരെണ്ണം കഴിച്ചു കേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടുപ്പത്ത് ചായ വെച്ചു. ചായയ്ക്ക് ഇന്ന് ഏത്തപ്പഴം കൊണ്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ ഏത്തപ്പഴവും നെയ്യും കൂടെ ഒക്കെ ഇട്ട് ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിനുള്ള പാലും എടുത്തു, എനിക്കുള്ള ചായ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കുവാണേ.
ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ആൾ പൈപ്പൊക്കെ തുറന്ന് നല്ല കളിയാണ് വെള്ളത്തിലെ. പനിയും കൂടെ പിടിപ്പിച്ച് വെച്ചാൽ ഈ ഒരു മഴക്കാലത്ത് അത് ശരിയാവില്ല. അത് കാരണം ഞാൻ വടിയൊക്കെ എടുത്ത് കയറ്റി വിട്ടു കേട്ടോ. വടി കണ്ടാൽ പേടി, ഒരൊറ്റ ഓട്ടം ഓടും വടി കണ്ടാൽ. അപ്പോഴേക്കും നിവാങ്കുഞ്ഞിന് തോട് കാണണമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ എടുത്ത് പിടിച്ച് കുറച്ച് നേരം തോടൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. ഞങ്ങളിങ്ങനെ എന്നും കുറച്ച് സമയം ഈ തോട് കാണാൻ വേണ്ടി വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെയിലായത് കാരണം മഴയൊന്നുമില്ല, തോടൊക്കെ നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങൾ തോടൊക്കെ കണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാം ഏത്തപ്പഴം വെച്ചിട്ട്. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക, അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ഈ ഏത്തപ്പഴം പുഴുങ്ങിയ ഏത്തപ്പഴമാണേ, അതൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിലേക്കിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയത് ഇങ്ങനെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണിത്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഏത്തപ്പഴവും നെയ്യും ആ തേങ്ങയുടെയൊക്കെ മണം വരുമ്പം നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിവാങ്കുഞ്ഞിന് വലിയ ഇഷ്ടമാണ്. ചില ദിവസം വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് സ്നാക്സ് പോലെയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോഴേക്കും നല്ല മുട്ട മഴ വന്നു കേട്ടോ പുറത്ത്. മഴ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയൊക്കെ ആയിട്ട് ഭയങ്കര മഴ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ മേലൊക്കെ കഴുകി നിവാങ്കുഞ്ഞ് അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയമായപ്പോഴത്തേക്കും സന്ധ്യയായി, മഴ തുറന്നപ്പോഴത്തേക്കും സന്ധ്യയായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി റൈസ് മിച്ചം ഇരിപ്പുണ്ട്, ഒരു എന്തെങ്കിലും വെറൈറ്റിക്ക് ഉണ്ടാക്കിയാലോ ഒന്ന്. അങ്ങനെ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 തക്കാളി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് വെച്ചൊരു കുഞ്ഞ് തക്കാളിച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതിയല്ലോ. കുറച്ച് റൈസ് ഇരിപ്പുള്ളൂ, അത് വെച്ചൊരു തട്ടിക്കൂട്ട് തക്കാളിച്ചോറ്. അപ്പോൾ റൈസ് ഞാൻ ആദ്യം ഉപ്പിട്ട് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, സവോള, ഒരു കുഞ്ഞ് തക്കാളി ആയിരുന്നു കേട്ടോ 2 എണ്ണം. അപ്പം അതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ വേണം കേട്ടോ. അപ്പം നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ, ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഒഴിച്ചത്. അത് രണ്ടും കൂടെ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും 2 കഷ്ണം ഗ്രാമ്പും ഒരു കുഞ്ഞു കഷ്ണം ഏലക്കായും ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. വഴണ്ട് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു കാശ്മീരി മുളക് പൊടി അത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നിവാങ്കുഞ്ഞിന് സാധാരണ ചോറും കറിയൊക്കെ ആണെങ്കിൽ മോര് കറി, സാമ്പാർ, പപ്പടം, തോരൻ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ചിക്കൻ ഇഷ്ടമാണ്, മീനൊന്നും അത്ര വലിയ ഇഷ്ടമില്ല ആൾക്ക്. പിന്നെ ഇഷ്ടമുള്ള ഇതുപോലെ റൈസുകളാണ്, ബിരിയാണി ഇഷ്ടമാണ്, റൈസൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം തക്കാളിച്ചോറ് എന്തായാലും നിവാങ്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 പേരും കൂടെ തക്കാളിച്ചോറ് ഇരുന്ന് കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ തേക്കാനുണ്ട്. നമ്മുടെ തക്കാളിച്ചോറുണ്ടാക്കിയ കുക്കറും കഞ്ഞിക്കലവും അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കൈയോടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴുകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സാധാരണ എപ്പോഴും ഇങ്ങനെ രാത്രി കഴുകി വെക്കാറുണ്ട് കേട്ടോ ഇപ്പം. അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഈ പാത്രം ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ദിവസം പോണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കഴുകി പാത്രങ്ങളും കഴുകി വെച്ചു. കൗണ്ടർ ടോപ്പും കൂടെ നല്ലതുപോലെ ഒന്ന് വൃത്തിയായിട്ട് തേച്ച് കഴുകി ഇട്ടു കേട്ടോ. അപ്പോഴേക്കും നിവാങ്കുഞ്ഞിന് മാമ്പഴം വേണമെന്ന് പറഞ്ഞു കേട്ടോ. മാമ്പഴം ഞാൻ ഒരെണ്ണമെടുത്ത് ചെത്തി ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും മാമ്പഴം ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ മാമ്പഴമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിവാങ്കുഞ്ഞും കൂടെ കുരിശ് വരയ്ക്കാനിരുന്നു കേട്ടോ.
കുരിശ് വരയ്ക്കാനിരിക്കാൻ ആൾക്ക് ആദ്യം കുറച്ച് മടിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് തന്നെ അങ്ങ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആളും എൻ്റെ കൂടെ വന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുരിശ് വരയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഒരു തുളസി മതി. ഈ തിരുമുന്നിൽ മണ്ണുനിനാന തങ്ക മനസ്സ് അമ്മ മനസ്സ് വെച്ചത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ മണ്ണുനിനാന അമ്പാടി പായ്ക്കിടാവ് പൊടി പാവടുത്ത താരം പോകുമ്പോ നന്നായിട്ട് വേണം. കുറെ ആളുണ്ട് തങ്കമനസ് അമ്മ ഉച്ചത്തെ തളർത്ത് പോലെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.